ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പങ്കുവച്ചത് 5ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയിലെ കാട്ടിലെ കളികൾ എന്ന പാഠഭാഗമാണ്. അതിൻ്റെ തുടർച്ചയാണ് ഒരു പെൺകുട്ടിയുടെ കളിമോഹത്തിൻ്റെ കഥ വായിക്കാം എന്ന ഒരു പാഠഭാഗം. പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്നതാണ് പാഠഭാഗം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് കളികളെക്കുറിച്ച് പരിചയപ്പെടാം. കാരണം വിവിധ ഇനം കളികളെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ എല്ലാം ചർച്ച ചെയ്തു പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള സാധാരണ കളികളെക്കുറിച്ചും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി അക്കുത്തിക്കുത്താന എന്ന കളിയാണ്. അതൊരു പാട്ടുപോലെ പാടുകയാണ് വേണ്ടത്. അതായത്, അക്കുത്തിക്കുത്താന വരുമ്പം കല്ലേക്കുത്ത് കരിങ്കുത്ത്, ചീപ്പുവെള്ളം താറാവെള്ളം താറാമക്കടെ കയ്യിലൊരു ബാങ്ക്, അരിപ്പൂ തിരിപ്പൂ കോതമംഗലം പരിപ്പ് കുത്തി പച്ചോറാക്കി, ഞാനുമുണ്ട് സീതയുമുണ്ട് സീതയടപ്പൻ്റെ പേരെന്ത്, മുരിങ്ങാക്കോല് തിന്നവളെ മൂന്നാഴി എണ്ണ കുടിച്ചവളെ, അക്കരെ നിൽക്കണ ചക്കരപ്രാവിൻ്റെ കയ്യോ കാലോ കൂട്ടിക്കെട്ടി മടക്കിത്താ എന്ന് പാടിക്കൊണ്ട് ഒരു കുട്ടി കൈപ്പടങ്ങളിൽ മാറി മാറി കുത്തണം. മറ്റുള്ള കുട്ടികളുടെ കൈ താഴെ വെച്ചിട്ട് ഒരു കുട്ടി എല്ലാ കുട്ടികളുടെയും കയ്യിൽ മാറി മാറി കൈപ്പടങ്ങളിൽ മാറി മാറി കുത്തണം. പാട്ടിലെ അവസാന വാക്ക് ഉച്ചരിക്കുമ്പോൾ ആരുടെ കൈപ്പടത്തിലാണോ കുത്തുന്നത് ആ കുട്ടി കൈപ്പടം മടക്കണം. ഇങ്ങനെ കളി തുടരും. കൈ മടക്കാതെ ഒടുവിൽ ഒരു കുട്ടി അവശേഷിക്കും. ആ കുട്ടിയാണ് ജയിക്കുക. ഇത് നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് കളിച്ചിരുന്നൊരു കളിയാണ്. അടുത്ത ഒരു കളിയാണ് നൊണ്ടിക്കളി. നൊണ്ടിക്കളി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കളിസ്ഥലത്ത് സമചതുരത്തിൽ കളിക്കളം വരയ്ക്കണം. കളിസ്ഥലത്ത് സമചതുരത്തിൽ കളിക്കളം വരയ്ക്കണം. ഈ കളിക്കളത്തെ 2 ഭാഗമാക്കി നടുക്ക് മറ്റൊരു വരയും വരയ്ക്കണം. കളിക്കാർ 2 ടീമുകളായി തിരിഞ്ഞ് വരയ്ക്ക് ഇരുവശത്തുമായി നിൽക്കണം. കളി ആരംഭിച്ചാൽ ഒരു ടീമിൽ നിന്നും ഒരു കുട്ടി ഒരു കാൽ മടക്കി ഒറ്റക്കാലിൽ ചാടിക്കൊണ്ട് മറുഭാഗത്തുള്ളവരെ തൊടാൻ ശ്രമിക്കണം. തൊട്ടാൽ ആ ആൾ പുറത്താകും. ഒറ്റക്കാലിൽ ചാടുന്ന ആളിൻ്റെ മടക്കിയ കാൽ നിലത്തു മുട്ടിയാൽ ആ കുട്ടിയും കളിയിൽ നിന്ന് പുറത്താകും. അടുത്ത കളിയിൽ എതിർ ടീമിലെ കുട്ടി ഒറ്റക്കാലിൽ ചാടണം. ഇങ്ങനെ ഇരു ടീമുകളും മാറി മാറി കളി തുടരാം. ഇതാണ് നൊണ്ടിക്കളി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കളിയാണ് നാരങ്ങാവാല്. 2 കുട്ടികൾ ഒരാൾക്ക് കടക്കാവുന്ന അകലത്തിൽ കൈകൾ രണ്ടും ബന്ധിച്ച് ഒരു വി ഷേപ്പിൽ ആകൃതിയിൽ പൊക്കിപ്പിടിക്കുന്നു 2 കുട്ടികൾ. എന്നിട്ട് അതിനൊരു പാട്ടും പാടുന്നു. നാരങ്ങാവാല് ചൂണ്ടയ്ക്ക് 2 ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ, ഓടുന്ന പിള്ളേരെ ചാടുന്ന പിള്ളേരെ കൂട്ടിലിട്ടു പിടിച്ചോ എന്ന പാട്ട് പാടുന്നു. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു കുട്ടികൾ കൈക്കിടയിലൂടെ ഓടും. പാട്ട് അവസാനിക്കുമ്പോൾ കൈ പൊക്കി പിടിച്ചിട്ടുള്ളവർ കൈ താഴ്ത്തുന്നു. അപ്പോൾ കൈക്കുള്ളിൽ ആര് വരുന്നോ അവർ പുറത്താകും. അവസാനത്തെ ആൾ പുറത്താകുന്നതുവരെ കളി തുടരും. ഇത് നാരങ്ങാവാലെന്നാണ് ഈ കളി അറിയപ്പെടുന്നത്. പിന്നെ നമ്മുടെ നാടുകളിലെല്ലാം സർവ്വസാധാരണമായി കാണുന്നൊരു കളിയാണ് ഒളിച്ചുകളി. പണ്ട് കാലത്തൊരു കുട്ടികൾ ഒരുപാട് കളിച്ചിരുന്നൊരു കളിയാണ് ഒളിച്ചുകളി. കുട്ടികളിൽ ഒരാളോട് ഒരു മരച്ചുവട്ടിൽ കണ്ണടച്ചു നിന്ന് ഉച്ചത്തിൽ എണ്ണാൻ ആവശ്യപ്പെടും. മറ്റു കുട്ടികൾക്ക് ഒളിക്കാൻ വേണ്ടത്ര സമയം കിട്ടുന്നതിനായി 100 വരെ എണ്ണട്ടെ. എണ്ണുമ്പോൾ കണ്ണു തുറക്കാൻ പാടില്ല എന്നാണ് നിയമം. ആ നിയമം എല്ലാവരും പാലിക്കണം. എണ്ണിക്കഴിഞ്ഞ് കണ്ടുപിടിക്കാൻ ഒരു നിശ്ചിത സമയം വയ്ക്കാം. കണ്ടിട്ട് പേര് വിളിച്ചു പറയുകയോ കണ്ട ആളിനെ ഓടിച്ചു തൊടുകയോ ആവാം. ഒളിച്ചിരിക്കുന്ന കുട്ടികൾ തങ്ങൾ എവിടെയാണെന്ന് അറിയാതിരിക്കത്തക്ക വിധത്തിൽ പക്ഷികളെയോ മൃഗങ്ങളെയോ അനുകരിച്ച് ശബ്ദമുണ്ടാക്കുന്നു. ശബ്ദം കേട്ട ലക്ഷ്യസ്ഥലം മനസ്സിലാക്കി കണ്ടുപിടിക്കേണ്ട കുട്ടി നീങ്ങുന്നു. അയാൾ ഒരിടത്തേക്ക് നീങ്ങുമ്പോൾ മറ്റൊരു ലക്ഷ്യത്തിൽ നിന്ന് മറ്റൊരു കുട്ടി വന്ന് ശബ്ദം പുറപ്പെടുവിക്കുകയോ ഒക്കെ ചെയ്യാം. ഇതാണ് ഒളിച്ചുകളി എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെയുള്ളൊരു കളിയാണ് കണ്ണുകെട്ടിക്കളി. കളിക്കുന്നവരുടെ കണ്ണു കെട്ടിക്കൊണ്ടുള്ള ഒരു കളിയാണ് കണ്ണുകെട്ടിക്കളി.
എല്ലാവരുടെയും കണ്ണ് മുറുകെ കെട്ടുക. തലവനായി ഒരാൾ വേണം. അയാൾ ഒരു മണിയും കിലുക്കിക്കൊണ്ട് അവരുടെ ചുറ്റിലും പലപ്പോഴും ഇടയിൽ കൂടിയും ഓടി നടക്കും. മണിയും കുലുക്കി ഓടുന്ന തലവനെ കുട്ടികൾ പിടിക്കണം. പിടിക്കുന്ന കുട്ടിക്ക് കട്ടഴിച്ച് വെളിയിൽ പോകാം. ഇതാണ് കണ്ണുകെട്ടിക്കളി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടുകാലത്തൊക്കെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന സാധാരണ കളികളിൽ പെട്ടവയാണ്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. പാഠഭാഗം പന്ത് കളിക്കാനൊരു പെൺകുട്ടി. നമുക്ക് തുടങ്ങാം. ഓക്കെ. ഒരു വൈകുന്നേരം വീടിനടുത്തെ മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ പ്രകാശനുമുണ്ടായിരുന്നു. സത്യത്തിൽ അവൻ്റെ നേതൃത്വത്തിലാണ് കളി. ഉള്ളത് പറയാമല്ലോ, നല്ല ഒന്നാം തരം കളിക്കാരനാ അവൻ. ഓട്ടത്തിന് അസാധ്യ വേഗത, കണക്കു കൂട്ടാൻ പറ്റാത്ത മുന്നേറ്റ പാടവം. എന്നെ കണ്ട പാടെ അവൻ പറഞ്ഞു, മഞ്ഞക്കിളി ഗോളി നിന്നോ, മഞ്ഞക്കിളി ഗോളി നിന്നോ. എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എനിക്ക് ഗോളി നിൽക്കാനായിരുന്നില്ല ഇഷ്ടം, കയറി കളിക്കാനായിരുന്നു. ഞാനും ഒരു ആൺകുട്ടിയല്ലേ. പക്ഷെ മൈതാനത്ത് പ്രകാശൻ പറയുന്നതാണ് നിയമം. പിടിക്കാവുന്ന 1-2 പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അതോടെ അവൻ എൻ്റെ നേരെ തിരിഞ്ഞു. മഞ്ഞേ, നിന്റെ കയ്യിലെന്താ, ഓട്ടക്കൈയാണോ? ഞാനത് കേട്ടതായി നടിച്ചില്ല. അടുത്ത പന്തും സ്വന്തം പോസ്റ്റിൽ കയറാൻ അനുവദിച്ചെന്നു മാത്രം. അങ്ങനെ ഒരു ലോകകപ്പിൽ ജർമ്മനി ബ്രസീലിനെ പൊട്ടിച്ച പോലെ എതിർ ടീം ഞങ്ങളുടെ ടീമിനെ കൊട്ടയിൽ വാരി. ഇത് കണ്ടപ്പോഴേക്കും പ്രകാശൻ കലിതുള്ളി. പിന്നെ ഒരിക്കലും പ്രകാശൻ എന്നെ അവൻ്റെ ടീമിലെടുത്തില്ല. എന്നെ കാണുമ്പോഴേ അവൻ അമറും, മഞ്ഞക്കിളിയെ നിങ്ങളെടുത്തോ. എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ ഗോൾ വഴങ്ങാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. പ്രത്യേകിച്ചും പ്രകാശൻ്റെ ഷോട്ടുകൾ ഗോളാവാതിരിക്കാൻ ജാഗരൂകനായി. അത് കണ്ട് പ്രകാശൻ പിന്നെയും കലിതുള്ളി. അപ്പോൾ നിനക്ക് പന്ത് പിടിക്കാൻ അറിയാം. ഞാൻ അവൻ്റെ രോഷം കണ്ട് ഉള്ളിൽ ചിരിച്ചു. അങ്ങനെ ഇരിക്കെയാണ് സുമംഗല ഞങ്ങളുടെ മൈതാനത്ത് എത്തുന്നത്. വന്ന പാടെ അവൾ ഒറ്റ ചോദ്യം, എന്നെയും കൂടി കളിക്കാൻ കൂട്ടോ? പ്രകാശൻ മാത്രമല്ല, ഞാനും പൊട്ടിച്ചിരിച്ചു. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. പ്രകാശൻ അത് പറഞ്ഞ് നിർത്താതെ ചിരിച്ചു. ഞാനും ഒത്ത ഒരു ആൺകുട്ടിയായി നിന്ന് സുമംഗലയെ കളിയാക്കി. സുമംഗലയുടെ അച്ഛൻ രത്നാകരൻ പഴയ ഫുട്ബോൾ താരമാണ്. കേരളത്തിനു വേണ്ടിയൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പിന്നീട് പരിക്ക് പറ്റി കളം വിടേണ്ടി വന്നു. ഇപ്പോൾ പശുവിനെ പോറ്റിയും പാൽ വിറ്റുമാണ് ജീവിതം. ഒഴിവു സമയങ്ങളിൽ മുറ്റത്ത് അച്ഛനോടൊപ്പം സുമംഗല പന്ത് തട്ടാറുണ്ട്. ഇപ്പോൾ അവൾക്ക് മൈതാനത്ത് കളിക്കാൻ മോഹം. അതിമോഹമാണ് മോളെ എന്ന് ഞങ്ങൾ ആൺകുട്ടികൾ അവൾക്ക് മുന്നിൽ ആർത്തു. സങ്കടം തുളുമ്പിയ കണ്ണുകളോടെയാണ് സുമംഗല മൈതാനത്ത് നിന്ന് പോയത്. അന്നു രാത്രി ഞാൻ അമ്മയോട് ഇക്കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ലെന്ന് നിന്നോടാരാ പറഞ്ഞേ? ശേഷം അമ്മ ലാപ്ടോപ്പിൽ പഴയ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു തന്നു. അമ്മയുടെ ലാപ്ടോപ്പിൽ പഴയ ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു തന്നു. ഞാൻ അവയെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോസ് കാണുന്നത് ആദ്യമായാണ്. സ്ത്രീകളാണ് കളിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നുകയേയില്ല. മൈതാനത്ത് പന്തും മത്സരവുമേ ഉള്ളൂ. എല്ലാം ഉശിരൻ കളികൾ. കൂട്ടത്തിൽ ബ്രസീലിൻ്റെ മാർത്ത എന്ന താരത്തിൻ്റെ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി കുതിക്കുന്നത്. ഇന്ത്യയിലും പെൺകുട്ടികൾക്ക് ടൂർണമെൻറ്റുകളുണ്ട്. കേരളം പലതവണ അതിൽ വിജയിച്ചിട്ടുമുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ആൺകുട്ടികളുണ്ടായാൽ ഭാവിയിൽ കേരളം ജയിക്കുമോ? എനിക്ക് സംശയമാ, അമ്മ പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല, അമ്മ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ പത്രപ്രവർത്തകയാകാൻ തീരുമാനിച്ചപ്പോൾ പലരും ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അത്രേ. അമ്മ അത് വകവച്ചില്ല. പത്രപ്രവർത്തനം സ്ത്രീകൾക്കും വഴങ്ങുമെന്ന് അമ്മ ഉറച്ചുനിന്നു.
വിവാഹിതയായപ്പോൾ അച്ഛനും അമ്മയെ പിന്തുണച്ചു. അക്കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം നിന്റെ അച്ഛനോടാ, അമ്മ ഉച്ചത്തിൽ ചിരിച്ചു. പിന്നെ സുമംഗലയെ കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, എൻ്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മ നേടിയെടുത്തു. സുമംഗലയ്ക്കും അതിനൊക്കെ കഴിയേണ്ടതാണ്. ചിലപ്പോൾ മാർത്തയെപ്പോലെ മിന്നൽ വേഗത്തിൽ എതിർ പോസ്റ്റിലേക്ക് കുതിക്കുന്ന വലിയ താരമായി സുമംഗല വളർന്നാലോ? അങ്ങനെയാണെങ്കിൽ അമ്മ പറയും പോലെ ഞങ്ങൾ അക്രമമാണ് കാട്ടിക്കൂട്ടുന്നത്. അതല്ല, സുമംഗല മാർത്തയെപ്പോലെ വളർന്നില്ലെങ്കിലും അവൾക്കിഷ്ടപ്പെട്ട കളിയിൽ ഏർപ്പെടാൻ അവകാശമുണ്ട്. അവളും ഞങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ്. അമ്മ പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം അതാണെന്ന് തോന്നുന്നു. എന്തോ ആർക്കറിയാം. എന്തായാലും സുമംഗല പെട്ടെന്ന് തോറ്റു പിന്മാറുന്ന ആളല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പിറ്റേന്നും അവൾ മൈതാനത്തെത്തി. പഴയ ചോദ്യം ആവർത്തിച്ചു. പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായി. സുമംഗലയും വിടുന്നില്ല. ഇവരുടെ വഴക്ക് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് അന്ന് അത്ര സന്തോഷം വന്നില്ല. ഇത്രയാണ് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. കലവൂർ രവികുമാർ എന്ന വ്യക്തിയാണ് ഇത് എഴുതിയത്. തുടർന്ന് പാഠഭാഗത്ത് അതിൻ്റെ എക്സസൈസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് നോക്കാം. ആദ്യമായി കഥ ഉറക്കെ വായിക്കാം എന്ന ഒരു ഹെഡിങ് ആണ്. 4-5 ഗ്രൂപ്പായി തിരിഞ്ഞ് ഗ്രൂപ്പിൽ ഓരോരുത്തരായി മാറി മാറി കഥ വായിച്ച് പൂർത്തിയാക്കൂ. തുടർന്ന് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു കുട്ടി, അടുത്ത ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു കുട്ടി എന്ന ക്രമത്തിൽ എല്ലാ ഗ്രൂപ്പും ചേർന്ന് ക്ലാസ്സിൽ പൊതുവായി കഥ വായിക്കണം. വായന കൂടുതൽ നന്നാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ. അടുത്തത് രസകരമായ പ്രയോഗങ്ങൾ. ആ പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന രസകരമായ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രസകരമായ പ്രയോഗങ്ങൾ. മഞ്ഞേ, നിന്റെ കൈ എന്താ ഓട്ടക്കൈയാണോ? ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ? എന്നിട്ടും പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിന് കാരണം എന്തായിരിക്കും? ചർച്ച ചെയ്യൂ. ഇത്തരം വാക്യങ്ങൾ കഥയിൽ ഇനിയും ഒളിച്ചിരിപ്പുണ്ടോ? കണ്ടെത്തണം. അടുത്ത ഹെഡിങ് മകനോട് എന്നാണ്. മകനോട്. ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല. അമ്മയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കുറിപ്പായി എഴുതുക. അടുത്ത ഹെഡിങ് കൊടുത്തിരിക്കുന്നത് മഞ്ഞക്കിളിയുടെ ഡയറി. ആ ഡയറി നോക്കാം. മഞ്ഞക്കിളിയുടെ ഡയറി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവന് ഉറക്കം വന്നതേയില്ല. അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. അവൻ തൻ്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി. മഞ്ഞയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും? ഒന്നൊന്ന് എഴുതി നോക്കൂ. അടുത്ത ഹെഡിങ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ക്ലാസ് കായികോത്സവം. ടോമോയിലെ കായികമേളയെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. എല്ലാവരെയും പങ്കെടുപ്പിച്ച് നമുക്കും ഒരു കായികമേള നടത്തിയാലോ? എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം? എന്തെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം? എവിടെ വെച്ചു നടത്തണം? ആവശ്യമായ പ്രചരണം എങ്ങനെയെല്ലാം? വിജയികൾക്ക് എന്തെല്ലാം സമ്മാനങ്ങൾ വേണം? പിന്നെ എന്തെല്ലാം വേണമെന്നും ചിന്തിച്ചെഴുതണം. ഇതോടെയാണ് ആ പാഠഭാഗം അവസാനിക്കുന്നത്. ഇതിൽ ടോമോയിലെ കായികമേള എന്നതിൽ ടോട്ടോച്ചാൻ്റെ ഒരു തീവണ്ടി പള്ളിക്കൂടമുണ്ട്. ട്രെയിനിൻ്റെ ബോഗിയുടെ രൂപത്തിൽ ക്ലാസ് മുറികളുള്ള സ്കൂളായിരുന്നു ടോമോ എലിമെൻ്ററി സ്കൂള്. കൊച്ചു ടോട്ടോച്ചാൻ്റെ തീവണ്ടി പള്ളിക്കൂടം. വേഷവിധാനത്തിലോ പദ്ധതിക്കോ നൽകുന്നതിനേക്കാൾ പരിഗണന കുട്ടികൾ കഴിക്കേണ്ട സ്വാദിഷ്ടമായ ഉച്ചയൂണിന് നൽകിയ സ്നേഹധനനായ പ്രധാന അധ്യാപകൻ കൊബായാഷി മാസ്റ്റർ. അദ്ദേഹം കുട്ടികൾക്കായി കായിക മത്സരങ്ങളും നാടകാവതരണവും യാത്രകളും വേനൽക്കാല ക്യാമ്പുകളും കൃഷി പരിശീലനവും പാചക ക്ലാസുമെല്ലാം സംഘടിപ്പിച്ചു. അവിടുത്തെ ഉച്ചയൂണിന് പോലും മാസ്റ്റർ രസം കണ്ടെത്തിയിരുന്നു. കടലിൽ നിന്നുള്ള പങ്കും മലകളിൽ നിന്നുള്ള പങ്കും കണ്ടെത്താൻ അദ്ദേഹം കുട്ടികളോട് പറയും. മത്സ്യം, കൊഞ്ച്, ചിപ്പി, ഞണ്ട് തുടങ്ങിയ കടൽ വിഭവങ്ങളും പച്ചക്കറികൾ, ആട്, കോഴി തുടങ്ങിയ മലകളിൽ നിന്നുള്ള വിഭവങ്ങളും കുട്ടികൾ വേർതിരിക്കും. ആടിയും പാടിയും ജോലികൾ ചെയ്തു പഠിച്ചും രസകരമായൊരു വിദ്യാഭ്യാസ രീതിയാണ്
ടോമോയിൽ മാസ്റ്റർ കുട്ടികൾക്കായി ഒരുക്കിയിരുന്നത്. ടോമോയിലെ കായികമേള എന്ന കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അൻവർ അലി എന്ന വ്യക്തിയാണ്. നമുക്കൊന്ന് അദ്ദേഹത്തെ പരിചയപ്പെടാം. അൻവർ അലി ആധുനിക മലയാള കവികളിൽ പ്രമുഖൻ. തെത്സ്കുവോ കുറോയാനഗിയുടെ ടോട്ടോച്ചാൻ എന്ന കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അൻവർ അലിയാണ്. 1966 ജൂലൈയിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴിൽ ജനിച്ചു. 1983 മുതൽ ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതി ശ്രദ്ധേയനായി. കവി എന്ന നിലയിൽ മാത്രമല്ല, വിവർത്തകൻ, എഡിറ്റർ, സിനിമ, ഡോക്യുമെൻ്ററി എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനാണ്. മഴക്കാലം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ്. ഇതോടുകൂടി ആ പാഠഭാഗം അവസാനിക്കുകയാണ്. അതിനു മുമ്പായി പദപരിചയം നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, അതിൻ്റെ അർത്ഥങ്ങളെല്ലാം. തുടങ്ങാം നമുക്ക്. അടിയറവ്, അതിൻ്റെ അർത്ഥം തോൽവി. അന്നങ്ങൾ, അന്നങ്ങളുടെ അർത്ഥം അരയന്നങ്ങൾ. അന്നൽ, അരയന്നം. അപൂർവത, മുമ്പില്ലാത്ത സ്ഥിതി, അസാധാരണത്വം എന്നൊക്കെയാണ് അപൂർവതയ്ക്ക് അർത്ഥം. അർദ്ധവൃത്താകാരം, അതിൻ്റെ അർത്ഥം പകുതി വൃത്തത്തിൻ്റെ ആകൃതി. അല, അല എന്നതിൻ്റെ അർത്ഥം ഓളം. അവിശ്വസനീയം, വിശ്വസിക്കാൻ കഴിയാത്തത്. ആക്കം, ആക്കം എന്നതിൻ്റെ അർത്ഥം ശക്തി. ആർക്കുക, ആർക്കുക എന്ന് വെച്ചാൽ വിളിച്ചു കൂവുക. അസ്വാദ്യകരം, അസ്വാദ്യകരം എന്ന് വെച്ചാൽ ആസ്വദിക്കാവുന്നത്. ഇതരം, മറ്റുള്ള. ഉദരം, വയർ. ഉലാത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുക. ഊഴം, അവസരം. ഊഴം എന്ന വാക്കിൻ്റെ അർത്ഥം അവസരം. എടുപ്പ്, ഉയരമുള്ള കെട്ടിടം. എടുപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഉയരമുള്ള കെട്ടിടം. എലിമെൻ്ററി, എലിമെൻ്ററിയുടെ അർത്ഥം പ്രൈമറി എന്നാണ്. കന്നുകൾ, കന്നുകൾ, കന്നുകാലികൾ. കാകൻ, കാകൻ എന്ന വാക്കിൻ്റെ അർത്ഥം കാക്ക എന്നാണ്. കാനനം, കാനനം എന്ന വാക്കിൻ്റെ അർത്ഥം കാട്, വനം എന്നെല്ലാമാണ്. കിളുന്ന്, കിളുന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം ഇളയത്. കുത്തക, കുത്തക എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണ അവകാശം. കുരുടിച്ച, കുരുടിച്ച എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കുറുകിയ, വളർച്ചയില്ലാത്ത ഇവയെല്ലാം. കേകി, കേകി എന്ന വാക്കിൻ്റെ അർത്ഥം മയിൽ, മയൂരം എന്നൊക്കെയുണ്ട്. കൈലേസ്, കൈലേസ് എന്ന് വെച്ചാൽ തൂവാല, ടവൽ എന്നൊക്കെ പറയും. കോകിലം, കോകിലം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കുയില്. ക്ഷുഭിതൻ, ക്ഷുഭിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം കോപിച്ചവൻ. ചാലെ, ചാലെ എന്ന വാക്കിൻ്റെ അർത്ഥം നന്നായി. ചിറകൊളി, ചിറകൊളി എന്ന് വെച്ചാൽ ചിറകിൻ്റെ ഭംഗി. ഛായ, ഛായ എന്ന് വെച്ചാൽ നിഴൽ. ജാഗരൂകൻ, ജാഗരൂകൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഉണർന്നിരിക്കുന്നവൻ, ജാഗ്രതയുള്ളവൻ എന്നൊക്കെയാണ്. ടൂർണമെൻറ്റ്, ടൂർണമെൻറ്റിൻ്റെ അർത്ഥം മത്സരക്കളി. ദാനവൻ, ദാനവൻ എന്ന വാക്കിൻ്റെ അർത്ഥം അസുരൻ. ദിഗ്ഭ്രമം, ദിഗ്ഭ്രമം എന്ന വാക്കിൻ്റെ അർത്ഥം ദിക്കുകൾ തിരിച്ചറിയാത്ത അവസ്ഥ. ദൃശ്യം, ദൃശ്യം എന്ന വാക്കിൻ്റെ അർത്ഥം കാഴ്ച. ദൈർഘ്യം, ദൈർഘ്യം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നീളം. ദ്രുതചലനം, വേഗത്തിലുള്ള ചലനം. നണ്ണി, കരുതി, വിചാരിച്ചു. നണ്ണി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കരുതി, വിചാരിച്ചു എന്നൊക്കെ. നന്ദതനുജൻ, അതിൻ്റെ അർത്ഥം നന്ദൻ്റെ മകൻ എന്നാണ്. നന്ദൻ്റെ മകൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രീകൃഷ്ണനെയാണ്. നിർണയിക്കുക, നിർണയിക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുക. നൂഴ്ന്നു കയറ്റം, നൂഴ്ന്നു കയറ്റം അതിന് കുനിഞ്ഞു കയറൽ. നൊടിനേരം, നൊടിനേരം അതിൻ്റെ അർത്ഥമാണ് അല്പസമയം. പരമാവധി, പരമാവധി അങ്ങേയറ്റം. പരമാവധി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അങ്ങേയറ്റം. പാടവം, പാടവം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് സാമർത്ഥ്യം. പിണയുക, പിണയുക എന്ന വാക്കിൻ്റെ അർത്ഥമാണ് പറ്റുക, വന്നു ചേരുക. പേശുക, പേശുക എന്ന വാക്കിൻ്റെ അർത്ഥം പറയുക. പൈതങ്ങൾ, പൈതങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കുട്ടികൾ. പ്രതിരൂപങ്ങൾ, പ്രതിബിംബങ്ങൾ. പ്രതിരൂപങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് പ്രതിബിംബങ്ങൾ. പ്രഥമം, പ്രഥമം എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യത്തേത്. ഭാജനം, ഭാജനം എന്ന വാക്കിൻ്റെ അർത്ഥം പാത്രം. ഭോജനം, ഭോജനം എന്ന വാക്കിൻ്റെ അർത്ഥം ഭക്ഷണം. ആ രണ്ട് വാക്കുകളും ശ്രദ്ധിക്കണം. ഭാജനം, ഭോജനം. ഭാജനം എന്ന വാക്കിൻ്റെ അർത്ഥം പാത്രമെന്നും ഭോജനം എന്ന വാക്കിൻ്റെ അർത്ഥം ഭക്ഷണം എന്നുമാണ്. അടുത്തത് മാറ്റൊലി. മാറ്റൊലി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് പ്രതിധ്വനി, മുഴക്കം. രോഷം, രോഷം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ദേഷ്യം, കോപം.
അടുത്തത് ലീല. ലീല എന്ന വാക്കിൻ്റെ അർത്ഥം കളി. വഴങ്ങുക, കീഴ്പ്പെടുക. വാനരം, കുരങ്ങൻ. വാനരം എന്ന വാക്കിൻ്റെ അർത്ഥം കുരങ്ങൻ. വിപുലം, വിസ്താരമുള്ള. സാമഗ്രി, സാധനം, ഉപകരണം എന്നൊക്കെ അർത്ഥമുണ്ട് സാമഗ്രിക്ക്. സുപരിചിതം, നന്നായി പരിചയമുള്ളത്. സുലഭം, ധാരാളമായി കിട്ടുന്നത്. സൂക്ഷ്മം, വളരെ ചെറുത്. ഹംസം, അരയന്നം. ഇത്രയാണ് അതിലെ പദപരിചയം വരുന്നത്. ഇതോടുകൂടി ആ പാഠഭാഗം അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാഠഭാഗത്ത് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.